എല്ലാം എല്ലാവർക്കും ഒരുമിച്ച് വന്നു ചേരില്ല. എന്നാൽ അവസരങ്ങൾ അവിടെ ഉണ്ട്, പതിയിരിപ്പുണ്ട്. അതിനെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തെ വെല്ലുവിളിയോടെ നേരിടണം. സാധ്യതകളുണ്ട്, ആ സാധ്യതകളിൽ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഈ ജെൻഡർ സെന്ററിന്റെ കാര്യമൊക്കെ പറയുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കാണുന്ന മനോഹരമായിട്ടുള്ള റോഡുകളുണ്ടല്ലോ. അപ്പോൾ ടീച്ചറുടെ ആദ്യ ആ ഒരു കാലഘട്ടത്തിൽ 2006 തൊട്ട് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളും സർക്കാരിന്റെ പൊതു പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട PWD റോഡുകളെല്ലാം ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMN BC ചെയ്യണം എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ മഴയുടെ തോത് വെച്ച് സാധാരണഗതിയിൽ ടാർ ചെയ്താൽ റോഡ് പൊളിഞ്ഞു വരും. അടുത്ത വർഷം വലിയ ചിലവാണ് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വേണ്ടത്. അങ്ങനെ ആറളം പാലത്തിൻ്റെ DPR തയ്യാറാക്കി സമർപ്പിച്ചു. ആ വർക്ക് പൂർത്തിയായി. 1 വർഷവും 8 മാസവും അയാൾക്കുണ്ട് യഥാർത്ഥത്തിൽ പാലം പൂർത്തിയാക്കാൻ. അതിനുള്ളിൽ പൂർത്തിയാക്കി തന്നാൽ മതി. പക്ഷെ 1 വർഷം കൊണ്ട് തന്നെ ആ പാലം പൂർത്തിയാക്കി തന്നു. ഇപ്പം എന്തോ ഒരു മനോഹരമായ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. അത് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പ്രോജക്റ്റാണ്. ഇവിടെ UDF പറയുന്നത് KSTP റോഡ് ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അല്ല, LDF സർക്കാർ വന്നപ്പോഴാണ് അതൊക്കെ പരിഹരിച്ച് KSTPയെ കൊണ്ട് ആ പണി പൂർത്തിയാക്കിപ്പിച്ചത്. എവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സോടെ, ജനിതക ഹൃദയ വൈകല്യത്തോടു കൂടി ജനിക്കുന്നുവോ അപ്പം ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്. 10,000 കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നു. അങ്ങനെ രക്ഷിച്ചത് കൊണ്ടാണ് 2020 NFHSന്റെ സർവേയിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായത് നമുക്ക്. എനിക്കിതിനോട് ചേർത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് എറണാകുളത്തിൽ. ഇപ്പോൾ അർബൻ PHCകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനോട് ചേർത്ത് സംസാരിക്കാൻ തോന്നുന്നത്, 1 രൂപ പോലും ചെലവില്ലാതെ എല്ലാ ടെസ്റ്റുകളും നടത്തി കൃത്യമായിട്ടുള്ള ആള് വീട്ടിലെത്തി അല്ലെങ്കിൽ അടുത്ത ഒരു ആശുപത്രി എത്തുന്ന വരെയുള്ള സകലതും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ടീച്ചർക്ക് അതിനെക്കുറിച്ച് അതും അന്ന് 2016 ആർദ്ര മിഷൻ തുടങ്ങിയപ്പോഴാണ് PHC ഫാമിലി ഹെൽത്ത് സെൻ്റർ ആവുന്നു. അപ്പോൾ നഗരത്തിൽ PHC ഉണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിന് ഞങ്ങൾ അർബൻ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റാൻ തീരുമാനിച്ചു. അവിടെ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും, ലാബ്, മറ്റ് ഫെസിലിറ്റീസൊക്കെ, അതിന് കൃത്യമായൊരു ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ എന്തൊക്കെ വേണം അല്ലേ? ആശുപത്രിയുടെ മുറ്റത്ത് നല്ല ഗാർഡൻ വേണം, കയറി ചെല്ലുമ്പോൾ നല്ല റിസപ്ഷൻ വേണം, നഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് ഏരിയ വേണം, അതുപോലെ നല്ല ഒബ്സർവേഷൻ റൂം, ആധുനിക ബെഡൊക്കെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇമ്മ്യൂണൈസേഷൻ റൂമൊക്കെ വിശാലമായിരിക്കണം, കാർട്ടൂൺ പെയിൻറ് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ ശിശു സൗഹൃദമായിരിക്കണം, അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടാനുള്ള ബ്രസ്റ്റ് ഫീഡിങ് റൂം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴെന്തായി, ഈ ഒരുപാട് അവാർഡുകൾ നമ്മളെ തേടി വന്നു. സാധാരണ കേരളത്തിലെ ആശുപത്രികൾ എത്ര നന്നായാലും ഈ മാർക്കിടുന്ന പട്ടികയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിഷേധിക്കുമായിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ടീം വന്ന് മാർക്കിട്ടപ്പോൾ 240-ലേറെ ആശുപത്രികൾക്ക് ഈ NQAS അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നഗരത്തിൽ ജനങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ പൊറോറ എന്ന് പറയുന്ന പ്രദേശം, അത് ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമുള്ള മേഖലയാണ്, അവിടെ ഒരു അർബൻ PHC അവിടെ സ്ഥാപിച്ചു. നഗരത്തിൽ വേറെ ഹോസ്പിറ്റലുണ്ട്. എന്തോ ഒരു സന്തോഷമായിരുന്നു ജനങ്ങൾക്ക്. അതുപോലെ നമുക്ക് അർബൻ PHC ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഇവിടെ പേരാവൂരും അതിനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ചില PHCകൾ അത്തരത്തിലുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റും. തീർച്ചയായും. ടീച്ചറുടെ 2006 ഇതേപോലെ വിവാഹം ചെയ്ത് നടക്കാതെ പോയി, അല്ലെങ്കിൽ ഇനി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം പങ്കുവയ്ക്കാവോ? ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും എന്തായാലും. അതെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രത്തിൽ സ്ത്രീകൾക്കായിട്ട് ചില പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ളൊരു, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ വിമൻ ആൻഡ് ചിൽഡ്രൻ മന്ത്രി കൂടിയായിരുന്നു, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. അപ്പോൾ കോഴിക്കോടുള്ള ജെൻഡർ പാർക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഒരു പദ്ധതി ഇട്ടു. അത് ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അത് വിചാരിച്ചത്ര അങ്ങ് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ എന്തായാലും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്തു. ഞാൻ മട്ടന്നൂരുള്ള സമയത്ത് ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ബഡ്ജറ്റിലൊരു പ്രപ്പോസൽ കൊടുത്തു. സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ഇടം, ഒരു ജെൻഡർ പാർക്ക് എന്നുള്ള നിലയിലൊരു കാര്യം. ബഡ്ജറ്റിൽ കുറച്ച് പൈസ വന്നു അതിന്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടി. ഞാൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആ മണ്ഡലത്തിൽ ഒരു മോഡേൺ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. 5-6 കോടി രൂപ അതിന് ചിലവാകും. അതൊരു വലിയ 3 നില കെട്ടിടമാണ്, എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു സ്ഥാപനം. അതും കുറച്ചും കൂടി കാര്യങ്ങൾ ഇപ്പോൾ അതിനകത്ത് ചെയ്യുകയാണ്, കുറേ ചെയ്തു.
അപ്പോൾ ഈ പണം കിട്ടിയപ്പോൾ ഞാൻ സ്ത്രീകൾക്കായിട്ടുള്ളൊരു കേന്ദ്രം കിട്ടിയപ്പോൾ ഞാൻ അത് അവിടെ ആ സെൻറ്ററിലെ ഈ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്കുള്ള ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം എന്നുള്ള നിലയിൽ അതിന് വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പം പേരാവൂർ MLA ആയിട്ട് വന്നാൽ ആഗ്രഹിക്കുന്നത് ഈ പേരാവൂര് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർ പലരും തൊഴിലന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംരംഭങ്ങൾ, വിമൻ ഓണ്ടർപ്രീനർഷിപ്പ്, അതിനെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. പക്ഷെ സംരംഭകത്വത്തിന് വരുമ്പം ഉള്ളൊരു ബുദ്ധിമുട്ട് ഒന്ന്, അതിനുള്ള ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോണൊക്കെ എടുത്ത് തുടങ്ങിയാൽ ഇത് നിലനിൽക്കുമോ എന്നുള്ളൊരു പേടി കുട്ടികളുടെ മനസ്സിലുണ്ട്. എന്നാലൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിരവധി പെൺകുട്ടികൾ സംരംഭകത്വത്തിലേക്ക് വരും. ഞാൻ ചിലപ്പോൾ പിന്നെ എറണാകുളത്ത് ഒരു അന്ന ഉണ്ട്, എന്നെ ഇടയ്ക്ക് വിളിക്കുക, ഒരു മാഗസിൻ നടത്തുകയാണ്. അപ്പോൾ സംരംഭകരുടെ മീറ്റിംഗ് എല്ലാ കൊല്ലവും വെക്കും. അപ്പോൾ ഞാനും കൂടി പോയിട്ട് 2 തവണ ഞാൻ പോയിട്ടുണ്ട്. എന്തൊരു ആഹ്ലാദമാണെന്നറിയോ. നല്ല സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അവർ ചെറിയ ചില പ്രോഡക്റ്റുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. വളരെ ഹൈടെക്കായിട്ട് അവരൊരു ബിസിനസ്സുകാരിയാണ് എന്നുള്ള നിലയിലേക്ക് വരുന്നു. ചിലർ വളരെ പെട്ടെന്ന് കയറിപ്പോകുന്നു, ചിലർക്ക് അത്ര പെട്ടെന്ന് സാധിക്കുന്നില്ല. അവർ പിടിച്ചു നിൽക്കും. പക്ഷെ അതിന് നമ്മളൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ പേരാവൂർ എവിടെയെങ്കിലും അത്തരത്തൊരു കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് ആ പെൺകുട്ടി, അതിൻ്റെ ഉള്ളടക്കമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ചിലപ്പോൾ അതൊരു വലിയ സ്ഥാപനമായിട്ട് മാറുകയാണെങ്കിൽ വിദേശത്തൊക്കെ പോകുന്ന പെൺകുട്ടികൾക്കുള്ള ഭാഷാ പഠനത്തെ അടക്കം സഹായിക്കുന്ന, പിന്നെ ഒരു സോഷ്യൽ ചേഞ്ച് എന്നുള്ള നിലയിൽ ചില വർക്കുകൾക്ക് MSW ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്ന വെളിയിലുള്ള ഇത്തരം മൈക്രോ സംരംഭങ്ങളൊക്കെ ഉണ്ട്, മാക്രോ സംരംഭങ്ങളും ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരിടം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുണ്ട് മനസ്സിൽ. അത് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാധിക്കും. ഇതിനെ സഹായിക്കാൻ പറ്റിയ ആളുകൾ എൻ്റെ ടീമിലുണ്ടായിരുന്നു, ചെറുപ്പക്കാരൊക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയാം. അത് ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്. കഴിവുള്ള ചെറുപ്പക്കാരികളെ നിങ്ങൾ വരൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാം എന്ന് പറയുന്നത്. എനിക്കിപ്പം അത്രത്തോളം ആ കാര്യങ്ങൾ സാങ്കേതിക അറിവ് ഇല്ലല്ലോ. അപ്പോൾ ഇവരെല്ലാം ചേരുമ്പോഴാണ് ടീച്ചർ ഇത് ചെയ്യാം എന്ന് പറയുന്ന കുറേ ആളുകൾ. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ തരക്കേടില്ല. അങ്ങനെയുള്ള കുറേ പേര് ആ ടീം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധമുണ്ട്. ഇടയ്ക്ക് വിളിക്കും, നമ്മുടെ പ്രോജക്റ്റ് നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെയെല്ലാം ഇരിക്കുന്നത് നിങ്ങളെല്ലാം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം നമുക്ക് കൺവേ ചെയ്യാം. നമുക്കതിന് പരിശ്രമം, അത് വലിയ ആശ്വാസമായിരിക്കും. ഒരുപാട് പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കും. യങ് ജനറേഷൻ അതിന് എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ഇവിടുത്തെ പേരാവൂരിലെ യങ് ജനറേഷനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാനായിട്ട് ഇതെല്ലാം കൊണ്ടുവരുന്നുള്ളതല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നേരത്തെ സ്പോർട്സിൽ പറഞ്ഞതുപോലെ സ്പോർട്സിലെ യങ് ജനറേഷനെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്ന സംഭവം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ മേഖലയിൽ പെൺകുട്ടികളെ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഇത് സ്ത്രീകൾക്ക് എസ്പെഷ്യലി നമുക്ക് പറയാം. അവരാണല്ലോ ഒരു പിന്നോക്കം നിൽക്കുന്ന വിഭാഗം. എന്നാൽ ചെറുപ്പക്കാർക്കാകെ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു സുസ്ഥിരമായ തൊഴിൽ, ഒരു സംരംഭം, ഒരു കുടുംബത്തിൽ ഒരാൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക, അത് യങ് ജനറേഷനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അവരെല്ലാം വിദേശത്തേക്ക് പോകണമെന്നില്ല. ഇവിടെ കുറേ കാര്യങ്ങൾ കാർഷിക വ്യാവസായിക മേഖലയിലും IT സെക്ടറിലും ഒക്കെ ചെയ്യാൻ സാധിക്കും. അതിനവരെ ആകർഷിച്ച് ഇവിടെ പിടിച്ചു നിർത്തുക. പോകേണ്ടവർ പോകാം, നിർബന്ധമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു അവസരം. ഇപ്പം ഞാൻ മട്ടന്നൂർ മണ്ഡലത്തിലൊരു കരിയർ ഗൈഡൻസിന് തുടക്കം കുറിച്ചിരുന്നു. പഠിക്കുന്ന കുട്ടികൾ തന്നെ ഏത് മേഖലയിലേക്ക് പോകണമെന്നുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള ഒരു MLA ഫണ്ട് ഉപയോഗിച്ച് ഒരു കരിയർ ഗൈഡൻസ് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ പോളിടെക്നിക്കിലൊരു റൂം, അവരൊരു ഹാൾ അവർ തന്നു. അവിടെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പൂർത്തിയായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ബാക്കിയെല്ലാമായി. ഇനി ഉപകരണങ്ങൾ വാങ്ങി വെക്കാനുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ ടെഡ് ടോക്ക് ഒക്കെ നടത്താനുള്ള ഒരു ചെറിയ പോഡിയവും സ്റ്റേജും ഒക്കെ ആയിട്ട്, പിന്നെ കുറച്ച് പേർക്ക് ഇരുന്ന് കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന അത്തരമാണ്. അതിനെ കുറച്ചും കൂടി വിപുലമാക്കിയാൽ അത്തരത്തിലുള്ള കരിയർ ഗൈഡൻസും നമുക്ക്
പുതിയ തലമുറയുടെ പിന്തുണയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് പുതിയ തലമുറയ്ക്ക് പിന്തുണയായിട്ട് തിരിച്ചു പോകും. അപ്പം ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലുണ്ട്. അത് ജയിച്ചു വരികയാണെങ്കിൽ നമുക്ക് പരിശ്രമിക്കാം. എല്ലാം വളരെ ശ്രമകരമായിട്ടുള്ള വിഷയമാണ്. നമ്മൾ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല. അത് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എനിക്ക് താല്പര്യമുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നല്ല പ്രതീക്ഷയുണ്ട്, ആത്മവിശ്വാസവും ഉണ്ട്. അതിന് പേരാവൂരിലെ യങ് ജനറേഷനോട് ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇത്തവണ എനിക്ക് വോട്ട് ചെയ്യൂ. ജയിച്ചു വന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന. അല്ലെങ്കിൽ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ, കണ്ണടക്കുമ്പോൾ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തുമ്പോൾ ഇന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ സംതൃപ്തി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എന്നാൽ ഒരുപാട് ആളുകൾക്ക് പറയാം, ടീച്ചർ ഞങ്ങളുടെ കൂടെ നിന്നു, ഞങ്ങളിതെല്ലാം ചെയ്തു. ആ ഒരു ടീം വർക്ക് നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതിയ തലമുറ ഒന്നിച്ചു നിൽക്കൂ, നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാം, ഒരു മാറ്റം ഉണ്ടാക്കാം. ആ മാറ്റത്തിന് നിങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കാം. മാറ്റത്തിന് പേരാവൂർ തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു യങ് ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും കൂടെ ഞാൻ ഒന്ന് സംസാരിക്കാം. അതിപ്പം ഞാൻ ചുറ്റിൽ നോക്കിക്കാണുമ്പം കുറേ പേരൊക്കെ അരാഷ്ട്രീയവാദികളാണ്. കുറേ പേർക്ക് ജീവിതത്തിലോട്ട് അത്ര ഇൻസ്പിറേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം നമ്മുടെ മലയോര പ്രദേശത്ത് എടുക്കുകയാണെങ്കിൽ കല്യാണപ്രായം ആവുക, കല്യാണം കഴിച്ചു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നേടാനോ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് അങ്ങനെ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒന്നെങ്കിൽ പാതകൾ ചിലപ്പോൾ അവർക്കില്ലായിരിക്കും, സപ്പോർട്ട് ഇല്ലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ മാത്രമല്ല, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ പേരാവൂർ മലയോര പ്രദേശത്തുണ്ട്. സോ അത്തരത്തിലുള്ള യങ് ജനറേഷനോട് ടീച്ചർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ? അതാണ് അത്. നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. എല്ലാവർക്കും ഒരുമിച്ച് വന്നു ചേരില്ല. എന്നാൽ അവസരങ്ങൾ അവിടെ ഉണ്ട്, പതിയിരിപ്പുണ്ട്. അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നല്ല ധൈര്യത്തോടു കൂടി ജീവിതത്തെ സമീപിക്കാൻ സാധിക്കണം. ഇപ്പം നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ, വിസ്മയുടെ ഒക്കെ അനുഭവം ഉണ്ടല്ലോ. നല്ല അഭ്യസ്ത വിദ്യയായിട്ടുള്ള പെൺകുട്ടി അവിടെ കല്യാണം കഴിക്കുമ്പം മേലാസകലം സ്വർണ്ണമായിട്ടാണ് ചെല്ലുന്നത്. പിന്നെ വാഹനം കൊടുത്തത് പോരാന്ന് പറഞ്ഞിട്ടാണ് ലഹള തുടങ്ങിയത്. ഈ കാറല്ല, വലിയ കാറാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവസ്ഥ എന്താ? അവരുടെ സ്റ്റാറ്റസിൻ്റെ വിഷയമാണ്, അന്തസ്സിൻ്റെ പ്രശ്നമാണ്. കല്യാണം കഴിച്ച പെൺകുട്ടി തിരിച്ചു വരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ്. എത്രമേൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ പെൺകുട്ടിക്കും വ്യക്തിത്വമുണ്ട്, ആൺകുട്ടിക്കും ഉണ്ട്. ഇത് പരസ്പരം ഏത് ഭാഗത്തായാലും ആ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ സാധിക്കണം. ഞാൻ ചിന്തിക്കുന്നത്, ആ പെൺകുട്ടി അഭ്യസ്ത വിദ്യയാണ്. ഈ ബുദ്ധിമുട്ട് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ ഞാൻ ജീവിക്കും, എനിക്കൊരു ജോലി നേടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. എനിക്ക് മറുവശത്ത് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു പെൺകുട്ടി ഒരു ദിവസം, ഞാൻ കഴിഞ്ഞ തവണ MLA ആയ മന്ത്രിയാവുന്നതിന് മുമ്പാണ്, നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയായ സമയത്താണ്. ശ്രീദേവി മാഡം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ, ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് മേലാകെ തല്ലുകൊണ്ട്, അവൾ നല്ല വെളുത്ത പെൺകുട്ടിയാണ്, അതുകൊണ്ട് കരുവാടിച്ച് കാണുകയാണ്. എനിക്കൊന്നും, ശ്രീദേവി നമുക്ക് ഈ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് കാണുമ്പോൾ സങ്കടം വരും. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് അയക്കുകയാണ്, നമുക്ക് എങ്ങനെയാണ് ആ പ്രശ്നമൊന്ന് പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വന്നു. നല്ലൊരു മോളാണ്, നല്ല ഉഷാറിൻ്റെ ചിന്ത. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് തോന്നുന്നു. രണ്ടാമത്തത്, വീട്ടിലെ അച്ഛൻ്റെ അടുത്ത ബന്ധു അവളോട് പെരുമാറുന്നത് മോശമായിട്ടാണ്. അത് പറഞ്ഞാൽ അച്ഛനും നമുക്ക് മനസ്സിലാവുന്നില്ല, അവർ നിന്നോടുള്ള വാത്സല്യം കൊണ്ടല്ലേ എന്നാണ് പക്ഷേ ഈ എന്തല്ലോ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ ഉണ്ടല്ലോ, അവൾക്കതൊരു ബാഡ് ടച്ചായിട്ടാണ് തോന്നുന്നത്. അടുത്ത് വരും, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവളൊരു ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് അവിടെ നിന്നിട്ട് അവിടെ താമസിച്ചു. അപ്പം ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. ഞാൻ കഥയാകെ പറയുകയല്ല. ഞാൻ അവളോട് ചോദിച്ചു, എന്താ ഭാവം? അവൾ പറഞ്ഞു, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം. അപ്പോൾ ഇങ്ങനെ ഒറ്റക്ക് പോയിട്ട് ആളുകളെല്ലാം പറയുമ്പോൾ നീ ക്ഷീണിച്ചു പോവുമോ? ഇല്ല മാഡം, എനിക്ക് സപ്പോർട്ട് തന്നാൽ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചുകൊള്ളും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നു, വളരെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന അവസാനം ആരുമില്ലാത്തൊരവസ്ഥ വരുമോ? ഞാൻ ആ ഭാഗത്തേ അല്ല, ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുമ്പോൾ കല്യാണം കഴിക്കും. വളരെ ബോൾഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പെൺകുട്ടിയെ. ഞാൻ ഈ അച്ഛനും അമ്മേനെയും വിളിച്ചു വരുത്തി. അച്ഛനൊരു എക്സ് മിലിറ്ററിയാണ്. പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്ന കല്യാണം തന്നെ
ചെയ്യണമെന്ന്. അമ്മയാണെങ്കിൽ ഭയങ്കര പാവ സ്ത്രീ, ഒരു സേയില്ല. ചുരുക്കി പറഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞു ആ കുട്ടി ജോലി ചെയ്ത് ജീവിക്കും. ഞാൻ പക്ഷേ ആ കുട്ടിയെ ഒരു വർക്ക് വുമൻസ് ഹോസ്റ്റലുണ്ട് നമ്മുടെ ടി രാധാമണി അടുത്തൊക്കെ നടത്തുന്നത്. തൽക്കാലം അവിടെ അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. അവിടെ താമസിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനും നമുക്കും വിഷമായി. പിന്നെ ഇവൾ കുറേശ്ശെ അവിടെ പോകാൻ തുടങ്ങി, ഇവളുടെ ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ വന്ന് അവസാനം അവർ മനസ്സിലാക്കി ഇവൾ ജോലി ചെയ്ത് ജീവിക്കുമെന്നുള്ളത്. അപ്പോൾ അവൾക്ക് അവളുടെ ഭർത്താവിനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ജോലിയാണ്. എന്നോട് വന്നിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു ഇന്നയാളല്ലേ. അതെ, ഞാനാ കുട്ടിയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു. ഞാൻ ഈ പഴയ ഇത് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനെ കുറിച്ച്. ഇതാണൊരു ബോൾഡ്നെസ്. നല്ല ജീവിതം, നല്ല പിന്നെ ഭർത്താവും ഭാര്യയും നല്ല ധാരണയിലാണ്, നല്ല ഹാപ്പി ആയിട്ട് ഒരു ജീവി. ഈ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് വിസ്മയെ പോലെ ജീവിതം ഒടുക്കി കളയുക, മറ്റൊന്ന് ജീവിതത്തെ വെല്ലുവിളിയോടെ നേരിടുക, എന്നിട്ട് ജീവിക്കുക. ഇതാണ് ത്രില്ല്. അപ്പോൾ യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തെ വെല്ലുവിളിയോടെ നേരിടണം. സാധ്യതകളുണ്ട്. ആ സാധ്യതകളിൽ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഈ ജെൻഡർ സെന്ററിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഒന്ന് ഞങ്ങൾക്കൊരു ഇടമുണ്ട്, അവിടെ വന്നിട്ട് സംസാരിക്കാം, അവിടെ പിന്നെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഒരു ഇടം കൂടി സ്ത്രീകൾക്ക് സൃഷ്ടിച്ചു കൊടുത്താൽ അതിനെ അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കരുതുന്നത്. ഇതൊക്കെ ഇപ്പം മനസ്സിലെ ഐഡിയ ആണ്. എത്രത്തോളം സഫലമാവും എന്നുള്ളത് ചെയ്തു വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ശ്രമിക്കും, അതാണ്. പേരാവൂരിന്റെ ഒരു പൊതുവികസന കാഴ്ചപ്പാടിൽ എപ്പോഴും ഉള്ളതാണ് റോഡുകളുടെ വികസനം. അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എടുക്കണം കൂടി. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുന്ന മനോഹരമായിട്ടുള്ള റോഡുകളുണ്ടല്ലോ. അപ്പോൾ ടീച്ചറുടെ ആദ്യ ആ ഒരു കാലഘട്ടത്തിൽ 2006 തൊട്ട് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളും സർക്കാരിന്റെ പൊതു പദ്ധതികൾ ഉൾപ്പെടുത്തി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ ഇതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അതെ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് അതൊരു തീരുമാനമായിരുന്നു. പ്രധാനപ്പെട്ട PWD റോഡുകളെല്ലാം ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMN BC ചെയ്യണം എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ മഴയുടെ തോത് വെച്ച് സാധാരണഗതിയിൽ ടാർ ചെയ്താൽ റോഡ് പൊളിഞ്ഞു വരും. അടുത്ത വർഷം വലിയ ചെലവാണ് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി വേണ്ടത്. എന്നാൽ ഇതുപോലെ ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്താൽ 5-10 വർഷത്തേക്ക് റോഡ് അനങ്ങില്ല, സുഖമായിട്ട് നിൽക്കും. മെയിൻ്റനൻസ് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, ചിലപ്പോൾ വേണ്ടി വരില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഒന്ന്. രണ്ടാമത് LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്ന് മലയോര ഹൈവേ ആയിരുന്നു. അത് ഈ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ സൗകര്യാർത്ഥം അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 2006-2011 LDF ഗവൺമെൻറ്റാണ് മലയോര ഹൈവേക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അന്ന് ഇന്നത്തെ ഈ 2016 ശേഷം നമ്മൾ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതിയൊന്നും ഉണ്ടായിരുന്നില്ല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വഴി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തിയിട്ട് വലിയ തോതിൽ മൂലധന നിക്ഷേപം നടത്തുക എന്നതായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതിൻ്റെ ഗുണം ഇന്ന് കേരളം അനുഭവിക്കുകയാണ്. എന്നാൽ അന്ന് അത്രയില്ല. ബഡ്ജറ്റിൽ അനുവദിക്കുന്ന ഓരോ വകുപ്പിനും ലഭ്യമാകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഞാനിവിടെ 2006-2011 MLA ആയപ്പോഴാണ് അങ്ങനെ ബഡ്ജറ്റ് വിഹിതം ചോദിച്ച് മേടിച്ച് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ, അതായത് ആറളം പാലം ആളുകൾ ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം 2 പഞ്ചായത്തുകളെ അല്ലെങ്കിൽ 2 ഭൂപ്രദേശങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന പുഴ അതിൻ്റെ രൗദ്രഭാവത്തിൽ മഴക്കാലത്ത് ഒഴുകി വരുമ്പോൾ അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എത്രയോ കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോയാൽ മാത്രമേ അവർക്ക് ഇരിട്ടി ടൗണുമായോ അല്ലെങ്കിൽ മട്ടന്നൂർ ടൗണുമായോ ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അവരൊരു വലിയ ആവശ്യമായിട്ട് വന്ന് ഇവിടെ ഒരു പാലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ആരംഭിച്ചു. പാലത്തിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോകുമായിരുന്നു ഞാൻ. ഈവൺ അതിൻ്റെ ഡ്രാഫ്റ്റ് ഡ്രോയിങ് സെക്ഷനിലടക്കം നേരിട്ട് പോയിട്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് എടുത്തു വെച്ചിട്ട് എനിക്കൊന്ന് വരഞ്ഞു തരുമെന്ന് സൗഹൃദം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ വേഗം ചെയ്തു തരും. അതുകൊണ്ട് അവരെല്ലായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെ ആറളം പാലത്തിൻ്റെ DPR തയ്യാറാക്കി സമർപ്പിച്ചു. അതിന് ഭരണാനുമതി വാങ്ങിയെടുത്തു. ആ വർക്ക് പൂർത്തിയായി. 1 കൊല്ലം കൊണ്ട് കോൺട്രാക്ടർ പൂർത്തിയാക്കി തന്നാൽ പിന്നെ ഞാൻ അയാൾക്കൊരു അവാർഡ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം കൊണ്ട് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറായിരുന്നു. അത് സ്ഥിരമായ ആളെ നിർത്തി ജോലി ചെയ്യിപ്പിച്ച് 1 വർഷം കൊണ്ട് 1 വർഷവും 8 മാസവും അയാൾക്കുണ്ട് യഥാർത്ഥത്തിൽ പാലം പൂർത്തിയാക്കാൻ. അതിനുള്ളിൽ പൂർത്തിയാക്കി തന്നാൽ മതി. പക്ഷെ 1 വർഷം കൊണ്ട് തന്നെ ആ പാലം പൂർത്തിയാക്കി തന്നു. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ വലിയ ജനാവലി പങ്കെടുത്തിട്ടുള്ള വലിയ സംഭവമായിരുന്നു. അത് ജനങ്ങൾ അത്രയേറെ ആഹ്ലാദിച്ചിട്ടുള്ള ഒന്നാണ്.
രണ്ടാമത്തത് ജബ്ബാർ കടവ് പാലം. ഈ പറയുന്നത് പോലെ തോണി കടത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആ തോണിയാണെങ്കിൽ ചിലപ്പോൾ അത് എപ്പോഴാണ് അപകടം സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ജബ്ബാർ കടവിലും ഇതുപോലൊരു പാലം ഇതുപോലെ തന്നെ 2 പ്രദേശങ്ങൾ ബന്ധിപ്പിക്കുന്നതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. ഒരു പാലം വന്നപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ പ്രകൃതിയെ അങ്ങ് മാറി, നല്ല സൗന്ദര്യമുള്ള ഒന്നായിട്ട് മാറി അത്. പിന്നെ ഈ കണിച്ചാർ കേളകം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളികയം പാലം, അതൊരു വലിയ ഫ്ലഡിൽ നിലവിലുണ്ടായിരുന്ന ഒരു ചെറിയ പാലം ഒഴുകിപ്പോയതാണ്. അപ്പോൾ 2 കാര്യവും ഒറ്റപ്പെട്ടു പോയി ആളുകൾ. അവരുടനെ തന്നെ എൻ്റെ വീട്ടിൽ വന്നു, പിന്നെ ടീച്ചർ ഒന്ന് വരണം, പെരുമഴയത്ത് എന്നെ കൊണ്ടുവന്ന് ഈ ഒഴുകിപ്പോയ പാലം കാണിച്ചു തന്നു. അപ്പോൾ അന്ന് മനസ്സിൽ തോന്നി ഒരു പാലം ഇവിടെ അടിയന്തരമായിട്ട്. അപ്പോൾ അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കി ഒരു പുതിയ പാലം കാളികയത്ത് വന്നു. അതും പൂർത്തിയാകുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ അത്യാഹ്ലാദമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ പൊതുമരാമത്ത് പ്രവൃത്തികൾ, റോഡുകൾ ഞാൻ പറഞ്ഞല്ലോ, മലയോര ഹൈവേ ആരംഭിച്ചത് അന്നാണ്, ആ ഗവൺമെൻറ്റിൻ്റെ 2006-11 കാലഘട്ടത്തിലാണ്. അത് വള്ളിത്തോട് വരെ എത്തിച്ചു. അതിൻ്റെ അലൈൻമെൻറ്റ് അന്ന് എൻ്റെ പേരാവൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള അലൈൻമെൻറ്റ് പൂർണ്ണമായിട്ടും നിശ്ചയിക്കാൻ ഞാനും കൂടി ഇടപെട്ട് നാട്ടുകാരുടെ മീറ്റിങ്ങൊക്കെ വിളിച്ചു ചേർത്ത് അത് പൂർത്തിയാക്കി. പക്ഷേ റോഡ് അവിടം വരെ എത്തിക്കാനേ പറ്റിയുള്ളൂ. പിന്നെ അത് രണ്ടാമത് LDF ഗവൺമെൻറ് 2016 വന്നപ്പോഴാണ് കിഫ്ബി വഴി ഫണ്ടൊക്കെ അനുവദിച്ച് ഇപ്പം എന്തോ ഒരു മനോഹരമായ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. അത് പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പ്രോജക്റ്റാണ്. അതിപ്പോൾ ഒരു MLA മുൻകൈ എടുത്തുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, ഞാനാണെങ്കിലും പറയാൻ പറ്റില്ല. ഞാൻ ഈ മണ്ഡലത്തിലെ MLA ആണെങ്കിലും ഞാനാണ് ഈ മലയോര ഹൈവേ കൊണ്ടുവന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഞാനൊരു കൾച്ചറൽ സെൻറ്റർ മുൻകൈ എടുത്തുണ്ടാക്കിയാൽ ഈ കൾച്ചറൽ സെൻറ്റർ ഞാൻ ഇടപെട്ട് കൊണ്ടുവന്നതാണെന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത് വലിയ വികസനം ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു UDF പറയുന്നത് റവന്യൂ ടവർ. അപ്പോൾ ഞാനന്ന് MLA ആയപ്പോൾ തന്നെ സിവിൽ സ്റ്റേഷൻ ഇരിട്ടിയിൽ വേണം എന്ന രീതിയിലുള്ള തുടക്കം കുറിച്ചിരുന്നു. റവന്യൂ ടവറുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ താലൂക്കിലും ഉണ്ടായത് ഗവൺമെൻറ് ഈ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് റവന്യൂ ടവർ വേണം, അതിന് പണം കൊടുക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ റവന്യൂ ടവർ ഉണ്ടാക്കി. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അതൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് പൂർത്തിയായി, ഉദ്ഘാടനം ചെയ്തിട്ടില്ല, പൂർത്തിയാകാറായിരിക്കുന്നു. അത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളായിട്ട് ജനപ്രതിനിധികൾ മാത്രം ഇടപെട്ടിട്ടുണ്ടാവുന്ന ഒന്നല്ല. എന്നാൽ ഞാൻ MLA ആയ സമയത്ത് അവിടെ ഒരു KSRTC ബസ് ഡിപ്പോ തുടങ്ങാനുള്ള പെർമിഷൻ മേടിച്ചിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്താണ് KSRTC ഡിപ്പോ വേണം എന്ന് എനിക്ക് ഓർഡർ കിട്ടുന്നത് അവസാനമാണ്. പക്ഷേ എനിക്കൊരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കൂടെ ഡിപ്പോയും പോയി, നഷ്ടപ്പെട്ടു. പിന്നെ അതിനങ്ങനെ ശ്രമിക്കണം, അതൊക്കെ MLA മാർ ഇടപെട്ട് എല്ലാ പട്ടണത്തിലും ഡിപ്പോ ഉണ്ടാക്കണം എന്നുള്ള പൊതു തീരുമാനമൊന്നുമില്ല. മലയോരത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ചു വാങ്ങേണ്ട വർക്കാണ്. ഇതുപോലെ മാടത്തിൽ കീപ്പള്ളി റോഡ് അന്ന് എന്തൊരു ദുരവസ്ഥയായിരുന്നു എന്നറിയാൻ വരുമ്പോൾ അതുണ്ടാക്കി. KSTP റോഡ് യഥാർത്ഥത്തിൽ അന്ന് KSTPയുടെ ഒരു സാങ്കേതിക പ്രശ്നം വന്നിട്ട് അവർ പണി നിർത്തിവെച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പം LDF സർക്കാർ വന്നപ്പോഴാണ് ആ KSTPയുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് ത്രൂ ഔട്ട് തലശ്ശേരി മുതൽ വളവുപാറ വരെയുള്ള KSTP റോഡ് പൂർത്തിയാക്കിയത്. അപ്പോൾ ഇവിടെ UDF പറയുന്നത് KSTP റോഡ് ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അല്ല, സംഗതി ഞാനുള്ള സമയത്ത് തന്നെ KSTP റോഡിൻ്റെ പണി നിലച്ച അവസ്ഥയിലായിരുന്നു. അന്ന് ചില കേസുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് ആ കേസൊന്നും പരിഹരിക്കാനൊന്നും ചെയ്തില്ല. LDF സർക്കാർ വന്നപ്പോഴാണ് അതൊക്കെ പരിഹരിച്ച് KSTPയെ കൊണ്ട് ആ പണി പൂർത്തിയാക്കിപ്പിച്ചത്. അപ്പോൾ അതും നമ്മളെ MLA മാർ ആരെങ്കിലും ഇടപെട്ട് കൊണ്ടുവന്നൊരു വർക്കല്ല. KSTP റോഡ് പൊതുവായിട്ട് ഗവൺമെൻറ് എല്ലാ മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്ന ഒരു വർക്ക് നമ്മുടെ മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ മണ്ഡലത്തിന് മാത്രം തനതായിട്ടുള്ളതല്ലത്. നമ്മുടെ മണ്ഡലത്തിന് മാത്രം തനതായിട്ടുള്ള പൊതുമരാമത്ത് പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. അതൊന്ന് 19-ാം മൈലിൽ നിന്ന് നമ്മുടെ പഴശ്ശി പ്രോജക്റ്റ് വരെ പോകുന്ന റോഡ് അന്ന് ഞാൻ ഇടപെട്ടിട്ടാണ് അതിനെ മെക്കാഡം ടാർ ചെയ്യിച്ച് ഏറ്റവും സുന്ദരമാക്കി മാറ്റിയത്. ഇപ്പം ഞാൻ മട്ടന്നൂർ MLA ആയപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം, അന്ന് മട്ടന്നൂർ പേരാവൂരായിരുന്നു. എന്നാൽ മട്ടന്നൂർ മണ്ഡലത്തിൽ പെട്ടപ്പോൾ പടിയൂർ കല്യാട് ഭാഗത്തുള്ള ആ റോഡിനിപ്പം 3 കോടി രൂപ പാസ്സാക്കി അതിന് നിർമ്മാണം തുടങ്ങുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇടപെട്ടാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കുറേയുണ്ട്. ഈ മണ്ഡലത്തിലും ബാരാപ്പോൾ വൈദ്യുത പദ്ധതി അന്ന് ഞാനുള്ള സമയത്താണിത് കൊണ്ടുവന്നത്. അത് ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുവരലാണ്. അല്ലാണ്ട് എല്ലായിടത്തും ഇന്നടുത്ത് ഇന്ന മണ്ഡലത്തിൽ 2 എണ്ണം തരാം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ പൊതുവായിട്ട് തരാമെന്ന് പറയുന്നതല്ല. അപ്പോൾ ഈ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ രംഗത്ത് തന്നെ അന്ന് ഈ കിഫ്ബി ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ
ഈ 3 വലിയ പാലങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ 19-ാം മൈൽ പഴശ്ശി പ്രൊജക്റ്റ്, മാടത്തിൽ കീഴ്പള്ളി തുടങ്ങിയിട്ടുള്ള റോഡുകളും പിന്നെ ഉരുപ്പുംകുറ്റിയിലേക്കുള്ള റോഡ് അത് മെക്കാണം ചെയ്തിട്ടില്ല. അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉരുളും കല്ല് ഉള്ള പ്രദേശമായിരുന്നു. ഉരുപ്പുംകുറ്റി വരെ റോഡ് എത്തിച്ചു. ആ ഉരുപ്പുംകുറ്റി എന്ന് പറയുന്ന മലയുടെ മുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. അവിടുത്തെ ഒരു പള്ളിയിലൊരു വികാരി അച്ഛൻ ഇടപെട്ടു. ടീച്ചർ ഇവിടെ കറണ്ട് കൊണ്ടുതരണം എന്നും പറഞ്ഞിട്ട് എൻ്റെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും അച്ഛനും കൂടി ഒരുമിച്ച് ആ വീട്ടിൽ വന്നിരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പയസ് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹം എല്ലാം വന്നപ്പോൾ നമ്മൾ അതിലങ്ങ് ഇടപെട്ടു. ആ ഗവൺമെൻറ് അവിടെ വൈദ്യുതി എത്തിച്ചു. ഇങ്ങനെ ഈ മണ്ഡലത്തിനകത്ത് ഞാൻ MLA ആയ സമയത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പരിമിതമായ സാധ്യത മാത്രമുള്ള സമയത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പൊതുവായിട്ടുള്ള KSTPയും മലയോര ഹൈവേ ഒക്കെ അത് എല്ലാ മണ്ഡലത്തിലൂടെയും പോകുന്നതാണ്. നമ്മുടെ മണ്ഡലത്തിന് മാത്രം മലയോര ഹൈവേ ഇവിടത്തേക്ക് മാത്രമുള്ളതല്ല, KSTP റോഡ് ഇവിടത്തേക്ക് മാത്രമുള്ളതല്ല, അങ്ങനെ പോകുന്ന ഒന്നാണ്. അതുപോലെ റവന്യൂ ടവർ അതൊരു പൊതു തീരുമാനമാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇതെല്ലാമാണ് വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടപെട്ട് ചെയ്യുന്നതുകൊണ്ട് ഗവൺമെന്റ് പൊതുവായിട്ട് ചെയ്യുന്നതുകൊണ്ട്. എന്നാലും ടീച്ചറുടെ മാത്രം ഒരു ചെയ്ത പ്രവർത്തികളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് 108 ആംബുലൻസും ഹൃദ്യവും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ ഒരു ടാർഗറ്റ് ഇട്ട് നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ശിശു മരണനിരക്ക് കുറക്കണം. ഞാൻ പറഞ്ഞല്ലോ 1000 പ്രസവത്തിന് 12 ആയിരുന്നു ഞാൻ വരുമ്പോൾ. അത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. അത് സിംഗിൾ ഡിജിറ്റ് ആക്കണമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു വന്ന്. പക്ഷെ എങ്ങനെയാക്കും, എന്തുകൊണ്ട് കുട്ടികൾ മരിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ് ആദ്യം തന്നെ ചെയ്തത്. അതിൽ 30% കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് കൊണ്ടാണെന്ന് വിദഗ്ധർ പറഞ്ഞു. അത് പരിഹരിക്കാൻ എന്താണ് മാർഗം? ആ മാർഗമാണ് ജനിച്ച ഉടനെ കുഞ്ഞിനൊരു ഓപ്പറേഷൻ ചെയ്താൽ ഹൃദയത്തിൻ്റെ വൈകല്യം മാറ്റിക്കിട്ടും. പക്ഷേ അതിന് 8 ലക്ഷം രൂപ വരെ വരും സ്വകാര്യ ഹോസ്പിറ്റലിൽ, താങ്ങാനാവില്ല. അപ്പോഴാണ് ഗവൺമെൻറ് ഹൃദ്യം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോജക്റ്റ് ഞങ്ങൾ ചെറുപ്പക്കാരായ ഡോക്ടർമാരെ എല്ലാം വിളിച്ചു വരുത്തി, ശ്രീഹരി എന്ന് പറയുന്ന ഒരു ഡോക്ടർക്ക് അതിൻ്റെ ചുമതല കൊടുത്തു, നല്ല ടീമുണ്ടാക്കി. അങ്ങനെ എവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സോടെ ജനിതക ഹൃദയ വൈകല്യത്തോടു കൂടി ജനിക്കുന്നുവോ അപ്പോൾ ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഇപ്പം 10,000-കണക്കിന് കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നു. അങ്ങനെ രക്ഷിച്ചത് കൊണ്ടാണ് 2020 NFHSൻ്റെ സർവേയിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായത്. നമുക്ക് അവർ രേഖപ്പെടുത്തി കേരളത്തിലെ ശിശുമരണ നിരക്ക് 5 കുറഞ്ഞിരിക്കുന്നു. 12-ൽ നിന്ന് 5 ഒരു ടേമിൽ കുറയ്ക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. 0.5 4 ഒക്കെ ആയിട്ട് ചിലപ്പോൾ കുറയാറുണ്ട്. പക്ഷെ 12-ൽ നിന്ന് 5 കുറഞ്ഞു. അതാണ് ലോകം അംഗീകരിച്ച ഒരു നേട്ടം. ഇന്ന് USA-യിൽ 5.6 ആണ്, ഇവിടെ 5 ആണ് 1000 ലൈവ് ബർത്തിന്. അതുപോലെ മാതൃമരണ നിരക്ക് 67-ൽ നിന്ന് 2018 ആകുമ്പോഴേക്കും 43 കുറച്ചു. പിന്നീട് ഇപ്പോൾ അത് 19 2020-ൽ 19. അപ്പോൾ കോവിഡൊക്കെ ഉണ്ടായിട്ടും അതിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്, ഇപ്പോഴും കൂടിയിട്ടില്ല. അപ്പോൾ ഇതാണ് വലിയൊരു അച്ചീവ്മെൻറ്റ്. നമ്മൾ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയാണത്. അപ്പോൾ അതിൽ വലിയ അഭിമാനമുണ്ട്, അങ്ങനെ കുറക്കാൻ സാധിച്ചു എന്നുള്ള. മാതൃമരണ നിരക്കും ശിശു മരണ നിരക്കും ഡൽഹിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് തന്നു, ക്ഷണിച്ചു വരുത്തിയിട്ട്. മാതൃമരണ നിരക്കിന് 2 അവാർഡ് കിട്ടി എനിക്ക്. ഒന്ന് ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്കുള്ള സംസ്ഥാനം, 2 രാജ്യം നിർദ്ദേശിച്ചതിൻ്റെ താഴെ ഇതെത്തിച്ചു എന്നുള്ളതിൻ്റെ അവാർഡ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മന്ത്രിമാരിൽ നിന്നും രാഷ്ട്രപതിയിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങാൻ അന്ന് സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനം തോന്നുകയാണ്. അപ്പോൾ ഇതാണ് കേരളം. ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പ്രയത്നിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമായിട്ട് തോന്നുന്നു. എനിക്കറിയാം, ഇപ്പൊ മാധ്യമപ്രവർത്തകരെല്ലാവരും ടീച്ചറോട് ഇപ്പൊ ഇന്റർവ്യൂസിലായാലും ബൈറ്റ് എടുക്കുമ്പോഴായാലും മഹാമാരി കാലഘട്ടത്തിനെ കുറിച്ച് ചോദിക്കാതെ വിടില്ലല്ലോ. അപ്പം നമുക്കായാലും ആ ഒരു കാലഘട്ടത്തെ ഒരു ഭീതിയോടെ ഓർക്കുന്നതിന് പകരം ഒരു ആശ്വാസത്തോടെയാണ് നമ്മളും ഓർക്കുന്നത്. ഇപ്പം ആ ഒരു ഇനീഷ്യൽ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വളരെ ചിരിച്ച മുഖത്തോടെ കാമൻ ക്വയറ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു. ആ കാലഘട്ടം എങ്ങനെ ഓർത്തെടുക്കുന്നത്? വളരെ ഭയപ്പെടേണ്ട കാലഘട്ടമായിരുന്നു അതൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ ചെറുപ്പത്തിലെ അമ്മമ്മയൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും നേരിട്ട് പോയിട്ട് ഇടപെടണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. അത് കരുതിക്കൂട്ടിയല്ല, മനസ്സുകൊണ്ട്. അങ്ങനെ ഇപ്പം നിപ്പ ഒരു വളരെ ഭീകരമായിട്ടൊരു എന്തോ ഒന്ന് സംഭവിക്കുന്നു, ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു, ബാക്കി 3 പേര് മരണത്തോട് മല്ലടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പേരാമ്പ്ര MLA ആയിട്ടുള്ള TP രാമകൃഷ്ണൻ എന്നെ വിളിക്കുന്നത്, മന്ത്രി. അപ്പം ഞാനൊരു പരിപാടിയിൽ സംസാരിക്കല്ല ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക കണ്ണൂർ. ഉടനെ അത്ര മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന വേദി, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്, ഞാനൊന്ന് പോവുകയാണ്.
അപ്പോൾ തന്നെ ഞാൻ കോഴിക്കോടേക്ക് പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് അവർ പറഞ്ഞു സാമ്പിൾ കർണാടകയിൽ അയച്ചിട്ടുണ്ട് വൈറോളജി ലാബിൽ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അരുണിനെ ഞാൻ വഴിയിൽ നിന്ന് വിളിച്ചു. അരുൺ ഫോൺ എടുത്ത ഉടനെ തന്നെ പറഞ്ഞു, നന്നായിട്ട് ഭയക്കേണ്ടിയിരിക്കുന്നു, ഇത് നിപ്പ വൈറസാണ്. അപ്പം നിപ്പയുടെ ഗൗരവമൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അരുൺ എങ്ങനെയാണ് ഡോക്ടർ അത്? അപ്പോൾ പറഞ്ഞു ഭയങ്കര മോർട്ടാലിറ്റി റേറ്റാണ് മാഡം, പിന്നെ നമ്മൾ വല്ലാണ്ട് ഭയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോംവഴിയില്ലേ, വേറെ പോംവഴിയൊക്കെ ഉണ്ട്, ഇത് പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതാണ്. അരുൺ ഇങ്ങോട്ട് പുറപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ കോഴിക്കോട് പോകുന്നതിനിടയിൽ എൻ്റെ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു മീറ്റിംഗ്, എല്ലാ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരും മെഡിക്കൽ കോളേജിലെ HOD-മാർ, പ്രിൻസിപ്പാൾ, സൂപ്രണ്ട് എല്ലാവരും ചേർന്ന് ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ടാവണം. ഞാൻ ചെല്ലുമ്പോൾ DMO DHSും അന്നിങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ദിവസം തന്നെ എല്ലാ പ്ലാനിങ്ങും ഉണ്ടാക്കി ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. അതായത് പിന്നെ ക്വാറന്റൈൻ, ഐസൊലേഷൻ, കണ്ടെയ്ൻമെൻറ്റ്, ഇതൊക്കെ നമ്മളിതൊന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ലല്ലോ. അപ്പോൾ ഒരു ടീമിനെ ഒരുക്കി യുദ്ധത്തിന് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും, ഇവരൊക്കെ ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം, ഈ പറയുന്നത് പോലെ ചെയ്താൽ. പിന്നെ ജനങ്ങളോട് കൺവേ ചെയ്യേണ്ടത് ഞാനാണ്, കാരണം ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ ആകെ ഒയ്യോ എന്തോ ആയിപ്പോയി എന്നുള്ള മട്ടെടുത്താൽ ഈ മീഡിയ മുഴുവൻ അതിനെ ഭയാനകമായി നാട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ജനങ്ങൾ പാനിക്കാവും. ആളുകൾ പാനിക്കായാൽ ഒന്നും നേരിടാൻ പറ്റില്ല, 4 ഭാഗത്തേക്കും അവർ ഓടും, പിന്നെ ഇത് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, മീഡിയയുടെ മുമ്പിൽ കാമൻ കോറ്റായിരിക്കണം, ഇത് നേരിടും എന്ന് തോന്നലുണ്ടാവണം. മീഡിയയുടെ മുമ്പിൽ മാത്രമല്ല, എൻ്റെ ഡോക്ടർമാരുടെ ഇടയിലും അവരെല്ലാം നല്ല അറിവുള്ളവരാണ്. പക്ഷേ അവരും ഇനി ഇത് വന്നാൽ നമ്മൾ അല്ലേ ഭയങ്കര റിസ്ക് അല്ലേ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിലും പറഞ്ഞു നമുക്കിത് സാധിക്കും, നമുക്ക് സാധിക്കും. അപ്പോൾ പറഞ്ഞു മാഡം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഡി എന്നുള്ളൊരു മട്ടാണ്. ഞാനിവിടെ തന്നെ താമസിക്കാൻ പോവുക. 40 ദിവസം ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. പിന്നെ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആ യുദ്ധമുഖത്തേക്ക് ചെന്നാൽ ആ യുദ്ധം നയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ശേഷിയൊന്നുമില്ല, പക്ഷേ എൻ്റെ കൂടെ ഇവരെല്ലാം ഉണ്ടല്ലോ. ഞാനവിടെ ഒരു ലീഡർഷിപ്പിൽ നിന്നാൽ ഇവരെല്ലാം ചെയ്യും. അപ്പോൾ അത് തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നെ തോന്നി. വളരെ കാമായിട്ട് തന്നെ പറഞ്ഞു, ഭയക്കേണ്ടതില്ല, പക്ഷെ നന്നായിട്ട് സൂക്ഷിക്കണം, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ള ക്യാപ്ഷൻ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. മീഡിയയോട് ഞാൻ പറഞ്ഞു, അപസർപ്പക കഥകളൊന്നും എഴുതരുത്, ആളുകളെ പാനിക്കാക്കരുത്, നിങ്ങളോടെല്ലാം പറയും, ഒന്നും മറച്ചു വെക്കില്ല, നിങ്ങൾക്ക് എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം. ചോദ്യങ്ങൾ നേരിടുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഉത്തരം എല്ലാം ശരിയായിരിക്കണം എന്നില്ല, എന്നാലും നമുക്കൊരു ഉത്തരവുണ്ട്. അപ്പോൾ മീഡിയ നന്നായിട്ട് സഹായിച്ചു, എല്ലാവരും എൻ്റെ കൂടെ നിന്നു. എന്താണോ ആരോഗ്യമന്ത്രിയും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നത് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ മീഡിയയും തയ്യാറായി. അങ്ങനെയാണ് നിപ്പയെ നേരിട്ടത്. ആ അനുഭവമാണ് കോവിഡിനെ നേരിടാൻ. കോവിഡ് കാലത്ത് ഒരു മുദ്രാവാക്യം ഞങ്ങൾ ചെയ്തു. അതായത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രഷ് എപ്പോഴും വൈറസിൻ്റെ കപ്പാസിറ്റിക്ക് മേലെയായിരിക്കണം. എന്നുവെച്ചാൽ 2000 പേഷ്യൻ്റ് വന്നാൽ ഇവിടെ വിന്യസിക്കും, 4000 ആകുമ്പോൾ വിന്യസിക്കാൻ സ്ഥലം കാണണം, അവർക്ക് ആവശ്യമായ IC യൂണിറ്റ് ഉണ്ടാകണം, ഓക്സിജൻ ഉണ്ടാവണം. അതാണ് ഈ വൈറസിൻ്റെ പൊട്ടൻഷ്യൽ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രഷോൾഡിൻ്റെ താഴെ നിൽക്കണം. അത് ഞങ്ങൾ കൃത്യമായി പാലിച്ചു. ഒരിക്കലും ഈ വൈറസിന് ഞങ്ങളുടെ ഈ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റിയെ മറികടന്ന് ആക്രമിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും ബെഡ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഓക്സിജൻ കിട്ടി, എല്ലാവർക്കും PPE കിറ്റ് വാങ്ങി നൽകി, കേട്ടില്ലേ, എല്ലാവർക്കും പിന്നെ സുരക്ഷയ്ക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ കൂടുതൽ ശ്രദ്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ഹെൽത്ത് സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ കോവിഡിനെ നേരിടാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 2020 മോർട്ടാലിറ്റി റേറ്റ് 0.4 ആയിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു മരണം മറച്ചു വെച്ചു എന്നുള്ളത്. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് 2020 എക്സസ് ഡെത്ത് അനാലിസിസ് നടന്നു. 2019 ആകെ മരണം കോവിഡ് വർഷമായ 2020 ആകെ മരണം 2019 24,000 മരണം കുറവാണ് 2020. ലോകത്ത് അങ്ങനെ 4-5 സ്ഥലമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പാണ് ഇവിടുന്ന് മരണം അപ്പുറത്തേക്ക് പോയാൽ ജനറൽ ഡെത്തിൽ ചെന്ന് ചേരുമല്ലോ. ജനറൽ ഡെത്ത് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡെത്ത് ഇത് തന്നെയാണ്. 100-300 മരണങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. കാരണം ആദ്യം സൂയിസൈഡ്, ആത്മഹത്യ ഇതിനകത്ത് ചേർക്കേണ്ടതില്ല എന്നാണ് WHO നിർദ്ദേശം. അതെല്ലാം ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർക്കാനുണ്ട്. അത് ചേർത്താലും
100-300 വരുള്ളൂ. റിസൾട്ടിലൊന്നും വലിയ മാറ്റമില്ല. പക്ഷെ 2021 ചിത്രം മാറിയിട്ടുണ്ട്. നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോയി, നന്നായിട്ട് ആളുകൾ മിങ്കിൾ ചെയ്തു. ഡെൽറ്റ വേരിയൻ്റ് വന്നത് ആ സമയത്താണ്. ഇത്തിരി സ്പ്രെഡ് കൂടി, കുറച്ച് മരണവും കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ 2020 റിസൾട്ട് എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക്. അത് കണ്ടിട്ടാണ് ഗാർഡിയൻ പത്രമൊക്കെ കേരളാസ് റോക്ക് സ്റ്റാർ മിനിസ്റ്റർ കൊറോണ വൈറസ് സ്ലെയർ എന്നൊക്കെ പറഞ്ഞ് ലേഖനം. അതാണെങ്കിൽ ഇവിടെ UDF നേതാക്കന്മാർ എന്നെ കളിയാക്കാനുള്ള ആയുധമായിട്ടാണ് എടുത്തത്. നമ്മളെ കേരളത്തിൽ ഒരു ഗവൺമെൻറ്, ഒരു ലേഡി മുൻകൈ എടുത്തിട്ട് ഇത്രയും ചെയ്തിട്ട് നമുക്കൊരു പ്രശസ്തി കിട്ടി എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സന്തോഷിച്ചുകൂടെ? ഇവർക്ക് സന്തോഷിക്കുന്നതിന് പകരം അവർ ചെയ്തത് റോക്ക് സ്റ്റാർ മിനിസ്റ്റർ എന്ന് പറഞ്ഞതിനെ ഒരാൾ വിശേഷിപ്പിച്ചത് റോക്ക് ഡാൻസർ എന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മ പിന്നെ കുറേ നാൾ അതായിരുന്നു ചർച്ച. കേട്ടില്ലേ? എന്തെങ്കിലും പറയട്ടെ എന്ന് ഞാനും കരുതി. നമ്മൾ ചെയ്തത് അവിടെ നിൽപ്പുണ്ട്. അത് ആളുകൾ പരിഹസിച്ചില്ലാണ്ടാക്കാൻ കഴിയുന്നതല്ല. ജനങ്ങൾക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. നന്നായി അധ്വാനിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് ജനങ്ങളുടെ മരിച്ചു പോകുമായിരുന്ന നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി ഓഫീസറായിട്ടുള്ള മുരളി തുമ്മാരുകൂടി ഒരു തവണ ഒരു പോസ്റ്റ് ഇട്ടു. മരിച്ചു പോകുമായിരുന്ന 10,000-ങ്ങളെ രക്ഷിക്കാൻ സാധിച്ചതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നും ഞാനും വിശ്വസിക്കുന്നു. മരിച്ചു പോകുമായിരുന്ന 10,000-കണക്കിന് ആളുകളെ കോവിഡ് കാലത്ത് നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഞാൻ പറയുകയല്ല, അദ്ദേഹം വളരെ അവശനായിട്ടൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ എന്നെ യൂത്തിൻ്റെ ഒരു ആൾ വിളിച്ച, ടീച്ചർ ഒന്ന് ഇടപെടണം, ഇത് മരിച്ചു പോകും. അപ്പം ഞാൻ ഉടനെ തന്നെ അവിടുത്തെ ആ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് ഒരു ICU തരപ്പെടുത്തി അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി. ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു. ചിലപ്പോൾ മരിച്ചു പോയേക്കാം. അങ്ങനെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നും നോക്കിയിട്ടല്ല, എല്ലാവരെയും LDF-ൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അസുഖം വന്നിട്ട് നമ്മുടെ MP ജയരാജൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതാണ്. പേടിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ. അയ്യോ, വളരെ സീരിയസ് ആയിട്ട് ജയരാജൻ ഞങ്ങൾക്കെല്ലാം പേടിച്ച് ഇതായിരുന്നു. പക്ഷേ അദ്ദേഹം റിക്കവർ ചെയ്ത് വന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവൻ തിരിച്ച് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓർമ്മിക്കുമ്പം ആ കാലഘട്ടം ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു ആരോഗ്യവകുപ്പ് എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോഴും ഉള്ളത്. കുറച്ചൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവാം, അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ റിസൾട്ട് ഏറ്റവും നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പം ടീച്ചർ തന്നെ സംസാരിച്ചതിൽ വിമർശനങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം നമുക്കറിയാം, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ മാധ്യമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പം നവമാധ്യമങ്ങളുടെ ഒരു അനാവശ്യ ഇടപെടലുകൾ പലപ്പോഴും, അതായത് ഇപ്പോൾ നമ്മൾ പേഴ്സണലി ഹരാസ് ചെയ്യുന്നതിലേക്ക് വരെ എത്തിച്ചേരുന്നുണ്ട്. ട്രോളുകളായിക്കോട്ടെ, കമൻറ്റുകളായിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടൂളായിട്ട് സമൂഹ മാധ്യമങ്ങളെ മറ്റ് മുന്നണികൾ ഉപയോഗിക്കുന്നതിനോടുള്ള ടീച്ചർ കാഴ്ചപ്പാടെന്താ? വളരെ മോശമായിട്ടുള്ള ഒരു പരിണതിയാണത് സമൂഹത്തിലുണ്ടായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ഞാൻ ചില ആർട്ടിക്കിളൊക്കെ വായിക്കാറുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ ചിലയിടത്ത് പോലും നന്നായി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന, ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഇല്ലാതാക്കാൻ ഈ നവമാധ്യമത്തെ ഒരു ടൂളായിട്ടിപ്പം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഉപയോഗപ്പെടുത്തുന്നു. നവമാധ്യമം നല്ലൊരു ടൂളാണ്, നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ. എന്നാൽ നമുക്ക് കേരളത്തിൽ അത് വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. നേരത്തെ വിമർശനമൊക്കെ വരും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലത്. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ചിലപ്പോൾ ഈ വളരെ അടുത്ത കാലത്തിന് മുമ്പ് മന്ത്രിയായപ്പോൾ പോലും അതിനിടയിൽ ചെറുപ്പക്കാരൊക്കെ ചിലർ പ്രതികരിച്ചിരുന്നത്, ടീച്ചർ നിങ്ങൾ ഈ ചെയ്ത നല്ല കാര്യമൊക്കെ അംഗീകരിക്കുന്നു, പക്ഷേ ഈ കാര്യം ശരിയായിട്ടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്കും തോന്നും അതിനെന്തെങ്കിലും ശരികേടുണ്ടോ, തിരുത്തിയാലോ എന്ന്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു ടീം തന്നെ, അത് എനിക്കറിയില്ല ഈ പറഞ്ഞു കേൾക്കുന്ന കനകോലു സിദ്ധാന്തമാണോ എന്നുള്ളത്, എനിക്ക് അദ്ദേഹത്തെ ഒന്നും അറിയില്ല, അറിയാത്ത ഒരാളെ കുറിച്ച് എന്താ പറയുക. പക്ഷേ ഒരു വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുക, നമ്മുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലില്ല, ആടിനെ പട്ടിയാക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു നുണ 101 ആവർത്തിച്ചാൽ അത് ശരിയാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആരെയും വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നതിന് മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. അത് നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അത് നവമാധ്യമ രംഗത്തുണ്ടായ അനാശാസ്യ പ്രവണതയാണ്. യഥാർത്ഥത്തിൽ വിമർശിക്കാം ശരിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നാൽ ശരിയല്ലാത്ത നുണകൾ ഒരു വ്യക്തിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്.
അപ്പോൾ അങ്ങനെ എനിക്കൊക്കെ എതിരായിട്ട് ഇഷ്ടംപോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ഓർമ്മിക്കേണ്ടത് അതിന് ആയുസ് കുറവായിരിക്കും ആ പ്രചരണത്തിന്. ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്കതിൽ പ്രതികരിക്കാനോ നമ്മുടെ സത്യം അറിയിക്കാനോ കഴിയുന്നതിന് മുമ്പേ അത് ആളുകളുടെ മനസ്സിൽ കയറും. അപ്പോൾ ജസ്റ്റ് പിന്നെ ഒരു റിസൾട്ട് അതിൻ്റെ ഭാഗമായിട്ട് മോശമായിട്ട് വന്നേക്കാം. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നൂറുകാതം സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് ഇല്ലാത്തതല്ല. പക്ഷേ ലോങ് ടേമിൽ അത് ജനങ്ങൾ തിരിച്ചറിയും അത് ശരിയായിരുന്നില്ല. പക്ഷെ ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഈ പ്രതികരണം വന്നു പോയാൽ അതിന് ഞങ്ങളൊക്കെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം അങ്ങനെയായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അപവാദ പ്രചരണങ്ങൾ, ശരിയല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ ടീച്ചർ നിങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞത് ശരിയാണോ എന്ന് എന്നോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം. ഒന്നും ഒളിച്ചു വെക്കില്ല, വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇപ്പോൾ അത്രയധികം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ചെറിയ ചെറിയ രീതിയിൽ അതിന് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ തള്ളിക്കളയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടേറിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, സിനിമകൾ കാണുന്ന, പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ നമുക്ക് സ്വന്തമായിട്ട് പേരാവൂരിന് ഇനിയും വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ടീച്ചർക്ക് വായനയ്ക്കും ഇതിനൊക്കെയുള്ള സമയം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടോ അതോ കുറവാണ് വായന? ഞാൻ ചിലപ്പോൾ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ പറ്റും. എനിക്ക് നല്ല ഒരു ഗായികയാവണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ആ ശബ്ദം ഇല്ലല്ലോ, അതിനനുസരിച്ച് ആ ടാലന്റ് ഇല്ലല്ലോ, ആകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയാവും. അതുപോലെ നല്ല എഴുത്തുകാരിയാവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു ശൈലി എനിക്കില്ല. കുറച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് അത് എഴുതുന്നൊക്കെ കുറേ സമയമൊക്കെ വേണം എനിക്ക്. അങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള എഴുത്തുകാരാണ് സ്പോണ്ടേനിയസ് ആയിട്ട് വരും അത്. പക്ഷേ വായനയിലൂടെ അത് തീർക്കും. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തിരക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനൊന്നും വായിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പുസ്തകം വാങ്ങുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടമാണ്. അത് വഴിയിൽ യാത്രക്കിടയിൽ വായിക്കുകയും ചെയ്യും. അതുപോലെ ക്ലാസിക്കുകളൊക്കെ എല്ലാം വായിച്ചു എന്നൊന്നും പറയുന്നില്ല, കുറേയേറെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. വായിച്ചതിൽ നിന്ന് കോട്ട് ചെയ്ത് എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അതൊരു നല്ല ആളുകൾക്ക് കേൾക്കാനും അത് താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഫ്ലൈറ്റിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ വായന വളരെ ഇഷ്ടമാണ്. പാട്ടാണെങ്കിൽ രാത്രി കിടക്കുമ്പോഴാണ് പലപ്പോഴും കുറച്ച് പാട്ട് കേട്ടിട്ട് കിടക്കാം. അത് എൻ്റെ ഹസ്ബൻഡിനും മാഷുക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. പാട്ട് മൂളാൻ പറഞ്ഞാൽ അത് ഒരു അപശ്രുതിയായി പോകുന്നതുകൊണ്ട് മൂളുന്നില്ല. പാട്ടുകൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പഴയ ഗാനങ്ങളുമുണ്ട്, പുതിയതുമുണ്ട്, അടുത്ത കാലത്തുള്ളതുമുണ്ട്. അതെല്ലാം കേൾക്കാറുണ്ട്. ജയകുമാർ സാറിൻ്റെ കുറേ പാട്ടൊക്കെ ഇപ്പം അടുത്ത് വന്നത് ഞാനിപ്പം, നേരത്തെ ONV ഒക്കെ എഴുതിയത്, അതുപോലെ തന്നെ വയലാറിൻ്റെ പാട്ടുകൾ, അതൊക്കെ ആയിരുന്നല്ലോ നമ്മൾ പിന്നെ ഈ ഭൂമിയിൽ ഇനിയും ഒരു ജീവിതം കാംക്ഷിച്ചു കൊണ്ടുള്ള അല്ലേ വസുന്ധരെ, ഈ മനോഹരമായ ഭൂമിയിൽ ഇനി ഒരു ജന്മം കൂടി തരുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഹൃദയത്തിൻ്റെ ആർദ്രതയുണ്ടല്ലോ, നമുക്കൊക്കെ തോന്നുന്നതാണത്. എത്രമേൽ ആക്രമിക്കപ്പെട്ടാലും നമ്മൾ ഈ ഭൂമിയെ സ്നേഹിക്കുന്നു, സമൂഹത്തെ സ്നേഹിക്കുന്നു, വീണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അതെല്ലാമാണ്. അത് മനുഷ്യരുടെ ഒരു വലിയ സന്തോഷമാണ്, ജീവിതം ധന്യമാക്കുക എന്നുള്ളത്. അതിന് സഹായിക്കുന്നതാണ് ഈ വരികളൊക്കെ എന്നുള്ളതാണ്. അതുകൊണ്ട് വായിക്കാനും എഴുതാനും. ഇപ്പോൾ ജയകുമാർ സാർ ഈ അടുത്ത അല്ലെ അനുഭൂതി പൂക്കും നിൻ മിഴികളിൽ നോക്കി എൻ്റെ പ്രായത്തിലുള്ളവർ പാടേണ്ടതാണോ കേൾക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മനസ്സിലും ഒരു കുട്ടിത്വമുണ്ട്, ഒരു യുവത്വമുണ്ട് അല്ലേ, ഒരു ആർദ്രതയുണ്ട്. ആ പാട്ടിൻ്റെ ട്യൂണും അങ്ങനെയൊരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ആർദ്രതലത്തെ സ്പർശിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റായിട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ വലിയ ഒരു എന്താ പറയുന്നത്, ഒരു ടെൻഷൻ ഉള്ള അന്തരീക്ഷമൊക്കെ അങ്ങ് മാറി നമ്മളൊരു കാമൻ ക്വയറ്റാവും, അങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഞാൻ മന്ത്രിയായപ്പോഴും പ്രസവ വാർഡിലൊക്കെ മ്യൂസിക് ഇടാൻ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ കുറേ പുനലൂർ ഹോസ്പിറ്റലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അങ്ങനെ ചെയ്യണം. അത് എൻ്റെ മാത്രം ഐഡിയ അല്ല, വളരെ. അപ്പം ഞാൻ മ്യൂസിക്കിനെ സ്നേഹിക്കുന്നു, കേൾക്കാറുണ്ട്. പിന്നെ എൻ്റെ റിംഗ് ടോൺ ഇപ്പം അത് പോയി സുഹാനി രാത്
അത് ആയിരുന്നു വെക്കാറ്. പിന്നെ ഇടക്കിടക്ക് മാറ്റും. അത്തരത്തിലുള്ള ഒരു ആർദ്രതയുള്ള പാട്ടാണ് എന്നെ കൂടുതൽ. പിന്നെ സിനിമ കാണാറുണ്ട്. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സിനിമകളെല്ലാം കാണാൻ കയറിപ്പോയല്ലോ എന്നുള്ള പേരൊക്കെ കേട്ടിട്ട് കയറും. എന്താണ് വയലൻസ്, അടിയും കുത്തും, ശരീരമാകെ കീറി വരയലും ചോര ഒഴുകലും അല്ലേ, രക്തപാനവും ഒക്കെ ആയിട്ട്. അയ്യോ, എന്തൊരു പുതിയ തലമുറയുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന, അതാണോ ത്രില്ല്? അതല്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്തൊരു സിനിമ കണ്ടു, എക്കോ. നല്ല ഒരു മെസ്സേജ് അതിനകത്തുണ്ട് അല്ലേ. റെസ്ട്രിക്ഷൻ അല്ലേ ഈസ് നോട്ട് പ്രൊട്ടക്ഷൻ. റെസ്ട്രിക്ഷൻ ഉണ്ടായ പ്രൊട്ടക്ഷൻ അല്ല എന്ന് പറയുന്നത്. അതിനകത്ത് ചില കൊലപാതകങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആകെ വളരെ വയലൻ്റ് ആയിട്ട് അതിനെ ചിത്രീകരിച്ച് മജ്ജയും മാംസവും ഒക്കെ തെറിച്ചു പോകുന്ന രീതിയിലൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയും കാണിക്കാം. അപ്പോൾ ഞാൻ എല്ലാം പറയുന്നാലും ഒരുപാട് നല്ല സിനിമകൾ ഒക്കെ കാണാറുണ്ട്. ജയ ജയ ജയഹേ ഒക്കെ നമ്മൾ കണ്ടതല്ലേ, ബേസിലിൻ്റെ ഒക്കെ. അപ്പോൾ സിനിമ കാണാൻ ഇഷ്ടമാണ്. സമയം ഇല്ലാത്ത പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഈ കരുതൽ അനുഭവിക്കാൻ ഞങ്ങൾ പേരാവൂരുകാർക്ക് ഒരിക്കൽ കൂടി ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാണ്. എല്ലാവിധ ആശംസകളും ടീച്ചർക്ക് വരികയാണ്. താങ്ക് യു, വളരെ നന്ദി സുവർണ. ശരി.